ചേട്ടാ, ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും CPM ക്യാമ്പുകൾ അസ്വസ്ഥരാണ്. കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നു എന്നതിൽ സംശയത്തോടെയാണ് CPM ക്യാമ്പുകൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായും. കാരണം CPM-നൊരു ആശങ്ക ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷന് മുൻപ് വരേക്കും പറഞ്ഞിരുന്നത് ഞങ്ങൾ തുടർഭരണത്തിൽ വരും, അതായത് LDF 3.0 അധികാരത്തിൽ വരും എന്നായിരുന്നു ഇവർ കോൺഫിഡൻറ്റോടു കൂടി പറഞ്ഞിരുന്നത്. അതേസമയം കോൺഗ്രസ് ഞങ്ങൾ 100 സീറ്റുകളിൽ വിജയിച്ച് അധികാരത്തിൽ വരും എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഇലക്ഷന് ശേഷം നടന്നിട്ടുള്ള വിലയിരുത്തലിൽ BJP പറഞ്ഞിരുന്ന അവരുടെ 5ഓളം സീറ്റുകളിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുമെന്നും BJP സംപൂജ്യരായി തീരുമെന്നും BJPയുടെ കേന്ദ്രങ്ങൾ തന്നെ പറയുമ്പോൾ, തുടർഭരണം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അവസാന നിമിഷത്തിലേക്ക് വരും, അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾ 75 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ്. നമുക്കറിയാം, ഈ 75 സീറ്റുകൾ എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന സീറ്റുകളാണ്. ഇവരിത് പറയുവാനുള്ള കാരണം എന്താണെന്നും കൂടി നമ്മൾ നോക്കണം. ഇവരുടെ സൈബർ വിങ്ങുകൾ നിശബ്ദരാണിപ്പോൾ. അതായത് സൈബർ പോരാളികൾ നിശബ്ദരാണ്. പോരാളി ഷാജിക്കൊന്നും ശബ്ദമേ ഇല്ല. കാരണം ഇവർക്ക് തന്നെ അറിയാം, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സമയം, പിണറായി വിരുദ്ധത ശക്തമായി ആഞ്ഞടിക്കുന്ന സമയം, ഈ പറയുന്ന ഇടതുപക്ഷത്തിന് പിണറായി അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കുവാനായി ഇല്ല. ഇനിയിപ്പോൾ ഇവർ പ്രധാന പ്രതിപക്ഷമായി മാറുകയാണെങ്കിൽ ആ സമയത്ത് ആരാവും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്നൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ ശൈല ടീച്ചറിൻ്റെ പേരാണ്. KK ശൈലജ പ്രതിപക്ഷ നേതാവായി മാറും. കാരണം മുഖ്യമന്ത്രിയായി 10 കൊല്ലം ഭരിച്ചൊരു വ്യക്തിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിരോധാഭാസമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി ആധികാരികമായി ഈ വിഷയത്തിലേക്ക് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ തവണ ഒരു തവണ കൂടി, അതായത് ഈ 10 വർഷത്തിന് ശേഷം ഇനി ഒരു 5 വർഷം കൂടി ഈ പറയുന്ന LDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആരാവും ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഉത്തരം പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയൻ മാത്രമായി ഈ ഉത്തരം ചുരുങ്ങുമ്പോൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ഈ പ്രസ്ഥാനം ശരിക്കും പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബ പാർട്ടിയായി മാറും. അയാളിലേക്ക് മാത്രമായി പാർട്ടി ചുരുങ്ങും. നമുക്കറിയാം, ഒരു പ്രസ്ഥാനം ഒരു നേതാവിലേക്ക് മാത്രമായി ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ആ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളുടെ കടന്നുവരവ് ഏറ്റവും കുറവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്ത് ഇപ്പോൾ യുവാക്കൾ, പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നില്ല. എനിക്ക് തോന്നുന്നു അവസാനമായി ഉയർന്നു കേട്ട ഒരു യുവ ശബ്ദമെന്ന് പറയുന്നത് ജെയ്സി തോമസിൻ്റെ ആയിരുന്നു. പിന്നീടുള്ളത് ഒരു ആർഷോയാണ്. ആർഷോയൊക്കെ എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം, അല്ലേ? അപ്പോൾ ഇനിയൊരു അധികാരം വന്നു കഴിഞ്ഞാൽ അത് LDFൻ്റെ തുടർഭരണം എന്നതിലുപരി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പതനം, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഇനിയൊരു ഉയർപ്പില്ലാതെ, ലെവലേശം തിരിച്ചുവരവില്ലാതെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയാകും എന്നുള്ള ഉറപ്പിന്മേൽ ഈ തവണ തീർച്ചയായും ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ, ഇടതുപക്ഷ അനുഭാവികൾ തന്നെ വോട്ട് മാറ്റി കുത്തുവാനുള്ള സാധ്യത വളരെ ശക്തമായി തന്നെ മുന്നിൽ നിൽക്കുന്നു. അതേസമയം തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ടെന്നുള്ള ആശങ്ക ഈ ഇടതുപക്ഷ അനുഭാവികൾക്കും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെക്കുറിച്ചുള്ള ഭയമുണ്ട്. എന്തുകൊണ്ട് ആ ഭയം വരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവർക്ക് ശക്തമായി സപ്പോർട്ട് നിന്നിരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം SNDP ആയിരുന്നു. അത് തന്നെ BDJS എന്ന പേരിൽ വിഭജിക്കപ്പെട്ട് അത് BJPയിലേക്ക് ചേർന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BJPയിലേക്ക് ഈ പറയുന്ന BDJS ചേർന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് SNDP ആണ്. ആ SNDPയുടെ സർവാധികാരി, അല്ലെങ്കിൽ SNDPയുടെ ദ ലാസ്റ്റ് വോയിസ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ആ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ എവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്? ഈ പറഞ്ഞ SNDPയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്ന ഒരു സമയമാണ്. അതോടുകൂടി തന്നെ അയാൾക്ക് SNDPയുടെ മേലുള്ള ആ ഒരു സ്റ്റാൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനും പിണറായിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആ വെള്ളാപ്പള്ളി തന്നെ പറയുന്നുണ്ട്, ഇത്തവണ UDF അധികാരത്തിൽ വരും, അതിൽ മുഖ്യമന്ത്രി ഇന്നയാളായിരിക്കുമെന്ന് വരേക്കും അദ്ദേഹം പേരെടുത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്?
അത് കാണിക്കുന്നത് തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെയാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി 2 ദിശകളിലേക്ക് മാത്രമേ സഞ്ചരിക്കൂ എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ വസ്തുത. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ, ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ 2 ലീഗുകളായിട്ട് നമുക്ക് തിരിക്കാം. ഒരെണ്ണം നമുക്കറിയാം മുസ്ലിം ലീഗ്, SDP, ആ ഒരു സഖ്യത്തിൽ വരുന്ന ഒരു ലീഗുണ്ട്. പിന്നീടുള്ളത് SNDP ലീഗാണ്. SNDP ലീഗ് എന്ന് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ ഉദ്ദേശമല്ല പറഞ്ഞത്, ഒരു ടീം, അതാണ് SNDP ടീമാണ്. ഈ SNDP ടീമുകളുടെ വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലേക്ക് BDJSൻ്റെ ഒരു കടന്നുവരവ് ഉണ്ടാവുകയും ആ വോട്ടുകൾ കൃത്യമായി BJPയിലേക്ക് പോവുകയും ചെയ്യും. പിന്നീടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ട്രാക്ക് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെയാണ് കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോഴും ഈ ഒരു വശത്ത് നിൽക്കുന്ന, അതായത് ഇതൊരു ത്രികോണ പാർട്ടി മത്സരം നടത്തുന്ന കേന്ദ്രമാണ്, നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആ ത്രികോണ പാർട്ടി മത്സരം നടക്കുന്ന ഈ കേന്ദ്രത്തിൽ ഇടതുപക്ഷം, വലതുപക്ഷം, BJP എന്ന് പറയുന്ന 3 പക്ഷങ്ങൾ നിൽക്കുമ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോകുന്നത് ഒന്ന് BJPയിലേക്കും ഒന്ന് UDFയിലേക്കും ആകുന്നിരിക്കെ ഇവിടെ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് ഈ പറയുന്ന LDFനാണ്. അതിൽ തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗ് ശക്തമായ ന്യൂനപക്ഷ വിഭാഗമാണ്. അവരുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്ന UDFനാണ്. നമുക്കറിയാം ഏകദേശം 25 സീറ്റുകളിൽ ഈ മുസ്ലിം ലീഗ് മത്സരിച്ചതിൽ നിന്ന് തന്നെ ഏകദേശം 23ഓളം സീറ്റുകളിൽ അവർ വിജയിക്കുമെന്ന് തീർച്ചയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 23 സീറ്റുകൾ ആരുടേതാണ്? അത് UDFൻ്റെ സീറ്റുകളാണ്. പിന്നീടെന്ന് പറയുന്നത് ഈ മറ്റേ NSSൻ്റെ വരുന്നു, അത് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ടാണ്. അതും ഇവിടെ ചെതറപ്പെടുകയാണെന്ന്. അതിനെയും കൃത്യമായി ഈ പറയുന്ന ഭൂരിപക്ഷ വിഭാഗങ്ങളെയും കൃത്യമായി തന്നെ ഏകീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി പോകുന്നത് ഒന്ന് BJPയിലേക്കും ഒന്ന് UDFയിലേക്കുമാണ്. അവിടെയും വോട്ട് തുലം നഷ്ടമാകുന്നത് ഈ പറയുന്ന LDFന് തന്നെയാണ്. അപ്പോൾ LDFന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ എല്ലാം തന്നെ കൃത്യമായി ചെല്ലപ്പെടുന്നത് മറ്റ് 2 കോണുകളിലേക്കാണ്. ഈ മുക്കോണിൽ വിഭജിക്കപ്പെടുന്ന വോട്ടുകൾ ചെല്ലുന്നത് കൃത്യമായി 2 കോണുകളിലേക്കാവുകയും അത് ഈ പറയുന്ന കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന LDFന് നഷ്ടപ്പെടുന്ന ഓരോ വോട്ടുകളും LDFനെ താഴേക്ക് ഇറക്കുകയും ആ സ്ഥാനത്തേക്ക് യാതൊരു തടസ്സവുമില്ലാതെ UDF കടന്നു ചെല്ലുകയും ചെയ്യും. നമുക്കറിയാം ഇവിടെ BJPക്ക് വിജയസാധ്യത ഉണ്ടായിരുന്നതെല്ലാം തന്നെ അവർ തന്നെ നശിപ്പിച്ചു. ഈ വിവാദങ്ങളിലൂടെയും വിവാദ പരാമർശങ്ങളിലൂടെയും വാതുറന്നാൽ പറയുന്ന മണ്ടത്തരങ്ങളിൽ കൂടെയും തൊലച്ചു കളഞ്ഞിട്ടുള്ള ഒരു പ്രതീക്ഷകളുണ്ടായിരുന്നു. അതായത് നിയമവും വട്ടിയൂർക്കാവും പോലുള്ള അതിന് കിട്ടില്ല. ശ്രീലേഖ എന്ന് പറയുന്ന മുൻ IPSകാരിയുടെ വായിലെ മണ്ടത്തരങ്ങൾ, പാലക്കാട് ശോഭ കാണിച്ചു വെച്ച മണ്ടത്തരങ്ങൾ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരായി നിൽക്കുന്ന ഈ പറയുന്ന K. സുരേന്ദ്രൻ പക്ഷത്തിന്റെ വിരോധം, ഇതെല്ലാം തന്നെ ഇവരുടെ വോട്ടിനെ തകർത്ത് തരിപ്പണമാക്കി മാറ്റി. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ഈ ന്യൂനപക്ഷ ഏകീകരണത്തിനൊപ്പം വർഗീയ ധ്രുവീകരണത്തിന്റെ ഒരു കേടുപാടുകൾ കൂടി ഇപ്പോൾ LDFന്റെ വോട്ട് ബാങ്കുകൾ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടതാണ് പേരാമ്പ്രയിലെ കൗം പ്രയോഗം. അതിനു മുമ്പ് 2025 പാർലമെന്റ് ഇലക്ഷനിൽ ഷാഫിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു വിവാദം ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റായി പേരാമ്പ്രയിലെ വർഗീയ ധ്രുവീകരണം ഈ LDFനെതിരെ ആഞ്ഞടിക്കുമോ? തീർച്ചയായും. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ, മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായി നിന്നിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷം. അതുതന്നെയായിരുന്നു അവരുടെ വിജയവും. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വർഗശക്തികളെ കൂടെ ചേർത്ത് നിർത്തി അധികാരത്തിൽ കയറുവാനുള്ള ഒരു നീച ശ്രമം ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് SDPI സപ്പോർട്ടോടു കൂടിയുള്ള മത്സരം. നമുക്കറിയാം SDPI എന്ന് പറയുന്നത് എന്നും ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നു. അഭിമന്യുവിൻ്റെ ജീവനെടുത്ത്, അതായത് നമുക്കറിയാം ഓരോ DYFIക്കാരുടെയും ഓരോ SFIക്കാരുടെയും ഒരു യൂത്ത് ഫണ്ടിൽ കൂടെ കടന്നു വന്ന് SFI പ്രസ്ഥാനത്തിലൂടെ വളർന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി നേതാവായിരുന്നു അഭിമന്യു. മഹാരാജാസിൻ്റെ ഗർജിക്കുന്ന ശബ്ദം എന്ന് വേണമെങ്കിൽ പറയാം. SFIയുടെ മഹാരാജാസിലെ ഗർജിക്കുന്ന ശബ്ദം. അവൻ്റെ പ്രൊഫൈൽ ഇട്ടിരുന്ന പോലും അഭിമന്യു മഹാരാജാസ് എന്നായിരുന്നു. അത്രയധികം അവൻ ആ ക്യാമ്പസിനെ ജീവനുവിൽ സ്നേഹിച്ചിരുന്നു. ആ ക്യാമ്പസിൽ വീണ് ജീവൻ വെടിഞ്ഞത് ആരുടെ കൊലക്കത്തിയിലാണെന്ന് നമുക്കറിയാം. SDPIയുടെ കൊലക്കത്തിയിലാണ് അഭിമന്യുവിന് ജീവൻ വെടിഞ്ഞത്. ആ SDPI കൂടെ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ യുവത്വം, ഇപ്പോൾ പാർട്ടിയിൽ വിശ്വസിക്കുന്ന യുവത്വം പോലും അതിനെതിരായി ചിന്തിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പിലെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ജീവിച്ചിരുന്ന തലമുറയൊക്കെ പോയി ആഷിക്കേ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹം കൊണ്ട് വരുന്നു. അതിൽ ആ പ്രസ്ഥാനത്തിനെതിരായി നേതാവ് മാറുന്നൊരു സാഹചര്യത്തിൽ ആ പ്രസ്ഥാനത്തെ തന്നെ കൈവിട്ട് കളയുവാനായിട്ട് മടിക്കാത്തൊരു യുവതയാണ് ഇപ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉള്ളത്.
അങ്ങനെയുള്ള യുവത്വത്തെ ചേർത്ത് നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഏറ്റവും വലിയ വിജയം. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം നടക്കുമ്പോൾ എന്തുകൊണ്ട് LDF ഭയക്കുന്നു എന്നതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ മുൻപ് വരേക്കും ചേർന്ന് നിന്നിരുന്നത് ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. ആ ഇടതുപക്ഷം വിട്ട് എന്തുകൊണ്ട് ന്യൂനപക്ഷം പോയി എന്നുള്ളത് ചിന്തിക്കേണ്ടതും ഇടതുപക്ഷം തന്നെയാണ്. ഇവിടുത്തെ നേതാക്കളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ ഇവരെ വിട്ടുപോയിട്ടുള്ളത്. അതിന് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തൊരു പോക്കാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ട ഒന്നും തന്നെ തിരിച്ചു വരില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 5 വർഷം കൂടി അധികാരത്തിൽ എന്തെങ്കിലും കാരണവശാൽ കയറിയാൽ ആ 5 വർഷം കൊണ്ട് പാർട്ടി ഇനി ഒരു തിരിച്ചുവരവില്ലാതെ കല്ലോട് കല്ല് തകർന്ന് മണ്ണോട് മണ്ണായി ചേരും. അതേസമയം ഒരു 5 വർഷം കോൺഗ്രസ് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് എവിടെ എന്തുകൊണ്ട് പിഴച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തുവാനും ഈ സമയം കൊണ്ട് തന്നെ യുവ നേതാക്കൾ വളർന്നു വരുവാനും ആ യുവത്വം പാർട്ടിയുടെ ശക്തിയായി മാറുവാനും സാധിക്കും. ന്യൂനപക്ഷങ്ങളെ വെറുപ്പിച്ചത് പാർട്ടി തന്നെയാണ്. അതിന് തിരിച്ചു വരാതെ പോയെന്നുള്ളത് ഞാൻ സത്യമായും പറഞ്ഞതാണ്. എന്താണെങ്കിലും തുടർഭരണം എന്നുള്ളത് വെറും പ്രതീക്ഷ മാത്രമാണ്. കാരണം അധികാരത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് ആണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏകദേശം ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കറിയാം എന്താണ് കേരളത്തിൻ്റെ വിധിയെന്ന്.